അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ആർ.കെ വെഡിങ് മോളിലാണ് വന്നിരിക്കുന്നത് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ എന്താണെന്നല്ലേ, നമ്മുടെ ഫാമിലിയിൽ രണ്ട് മാരേജ് സെയിം ഡേ വന്നു കേട്ടോ. എൻ്റെ കസിൻ്റെ മാരേജും ഇക്കാടെ കസിൻ്റെ മാരേജും. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും എത്തണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിലൂടെ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആർ.കെ മോളിലാണ് കേട്ടോ. അവിടെ ആർ.കെ വെഡിങ് മോളിൽ ആടി സെയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കിഡ് സെക്ഷനിലാണ് പോയത്. അല്ലുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവിടെ ഫസ്റ്റ് കയറി ചെല്ലുമ്പം തന്നെ കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന വിധം ടെഡി ബിയറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലു ഒന്ന് ചെന്ന് തൊട്ടെങ്കിലും പിന്നെ എൻ്റെ കൂടെ ഇങ്ങ് വന്നു. അങ്ങനെ അല്ലുവിന് ഞാൻ വേറെ ഒന്നും വിചാരിച്ചില്ല, നല്ലത് നോക്കാം. പിന്നെ സജഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കളർ ബ്ലാക്ക് ആയിരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ആദ്യം നോക്കിയത് ഗൗൺ സെക്ഷനിലായിരുന്നു. നല്ല നല്ല ഗൗൺസ് ഉണ്ടായിരുന്നു. അല്ലുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഗൗണിൽ ആകെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബ്ലൂ ഗൗണായിരുന്നു. ബ്ലാക്കോ ഇല്ല, ബ്ലാക്ക് കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ ആണ് എൻ്റെ കണ്ണിൽ കൂടുതൽ കിടക്കുന്നത്. അപ്പം ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലുവിനും ഇഷ്ടപ്പെട്ടു. എന്നാലും അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കാമെന്ന് കരുതി കുറേ ഗൗൺസ് വീണ്ടും നോക്കി. ഇഷ്ടപ്പെടുന്ന കളർ വരുമ്പോൾ അതിലെ ഡിസൈൻസ് എനിക്ക് പിടിക്കില്ല, ഡിസൈൻ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ കളർ പിടിക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഗൗൺസൊക്കെ നോക്കിയിട്ട് ആ ബ്ലൂ ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ലാച്ച സെക്ഷൻ ഒന്ന് നോക്കാമെന്ന് കരുതി. അങ്ങനെ ബാക്കി നോക്കിയത് ലാച്ച സെക്ഷനിലായിരുന്നു. ലാച്ച ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നോക്കിയത് നല്ല ഡാർക്ക് ഗ്രീൻ കളറായിരുന്നു, അതും ഇഷ്ടപ്പെട്ടു. അല്ലുവിനൊരു ഡാർക്ക് ഗ്രീൻ ഈ കളർ ഇഷ്ടപ്പെട്ടു, കാരണം അതിന് കോട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് കോട്ടെന്ന് പറയുന്നത് അല്ലുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ, കോട്ടിടാൻ. എനിക്കിഷ്ടപ്പെട്ടതായി ഈ ബ്ലൂ കളർ ലാച്ചയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. പക്ഷേ അല്ലുവിന് ഗ്രീൻ കളർ കോട്ട് വരുന്നതും പിടിച്ചുകൊണ്ടിരുന്നതല്ലോ. എനിക്കത് ഇഷ്ടപ്പെട്ടു, പക്ഷേ കൂടുതലും ബ്ലൂ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ വൈറ്റും ഒക്കെ എടുത്ത് കാണിച്ചു. അതിനേക്കാളും കൂടെ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ ആണ് ഞാൻ നോക്കിയിരുന്നത്. ഏതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തതെന്നുള്ളത് പിന്നെ പറയാം കേട്ടോ. അല്ലുവിന് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മൾ പോയി അഫ്നാനും അതിനാനും നോക്കി. അഫ്നാനും അതിനാനും ഞാൻ ഉദ്ദേശിച്ചത് ബ്ലാക്ക് പാർട്ടി വെയർ ഷർട്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് പാർട്ടി വെയറൊക്കെ കണ്ടു, പക്ഷേ അഫ്നാൻ്റെ അതിനാൻ്റെ സൈസ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അതും ഒന്ന് നോക്കി, പക്ഷേ കിട്ടാനുള്ള ഒരു വഴിയില്ലായിരുന്നു. കാരണം അവിടെ അഫ്നാൻ്റെ സൈസിലെ ഷർട്ട് ഇല്ലായിരുന്നു, ആ ഒരു ബ്ലാക്ക് ഷർട്ട് ഇല്ലായിരുന്നു കേട്ടോ. അവിടെ കുറേ നോക്കിയിട്ടോ ബ്ലാക്ക് ഷർട്ട് ഒട്ടും കിട്ടിയില്ല. പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങി നോക്കി. ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന പാൻസിന് ഈ ഷർട്ട് ചേരില്ലായിരുന്നു. അങ്ങനെ അതും ഔട്ടാക്കി. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് കറങ്ങി നോക്കി. പിന്നെ ഇക്കാക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. ഉടനെ അല്ലുവിന് ഷൂസ് വേണമെന്ന് പറഞ്ഞു. അല്ലുവിനെ എത്ര എവിടെ കടയിൽ കൊണ്ടുപോയാലും ഈ മുഖമൊന്ന് തെളിഞ്ഞ് കാണാൻ നമുക്കൊരു വഴിയില്ല. അങ്ങനെ ഒരു ഷൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ MKയിലോട്ട് നോക്കാമെന്ന് കരുതി അവിടെ പോയി. അങ്ങനെ അവിടെ പോയി കുറേ തപ്പിയിട്ട് നമ്മൾ അഫ്നാനും അനാനും ഒരു ഷർട്ട് വാങ്ങി കേട്ടോ. പിന്നെ എനിക്ക് അവിടുന്ന് മെറ്റീരിയലാണ് വാങ്ങിയത്. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിനൊത്ത് വേണ്ടി തിരഞ്ഞെടുക്കാൻ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ബ്ലാക്ക് മെറ്റീരിയലാണ് കിട്ടിയത്. അങ്ങനെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ അത് വാങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ പോയത് ഇക്കാക്ക് ഒരു ചെരുപ്പ് വാങ്ങാനായിരുന്നു. നമ്മൾ ഐമാക്സിലാണ് കേട്ടോ പോയത്. കൊല്ലം ഐമാക്സ് നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയാണ്. നമ്മൾ ഇതിനു മുമ്പും ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സെലക്ഷൻസ് ഉള്ള ഒരു കടയാണ് ഐമാക്സ്. ഫുട്വെയറിൻ്റെയും ബാഗ്സിൻ്റെയും ഒക്കെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അവിടെ നോക്കിയതിന് ശേഷം ഇക്കാക്കും ചെരുപ്പ് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇക്ക ചെരുപ്പ് എടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി.
ഇടയ്ക്ക് നമ്മളൊരു കട കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടോ നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു കടയിൽ. അങ്ങനെ അല്ലു അവിടെ നിന്ന് ഒരു ഷാർജ ഷേക്കും ഇക്ക ഫ്രൂട്ട് സലാഡും ഓർഡർ ചെയ്തു. അപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് വന്നു. കുറച്ച് ടൈം എടുത്തു, എന്നാലും അവരത് ഫസ്റ്റ് വന്നു. അവർ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ മൊഹിറ്റോ ആയിരുന്നു. അങ്ങനെ അതും വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അത് കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലോട്ട്. നമ്മൾ അഷ്ടമുടിക്കായലിൻ്റെ ഓപ്പോസിറ്റുള്ള ചില്ലൗട്ടിലായിരുന്നു നമ്മൾ കയറി ജ്യൂസൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഒരു ബിസി ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.